ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ നോർത്ത് വെയിൽസ് ട്രിപ്പെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. ഫുള്ള് സമ്മർ വെയിലൊക്കെ ആയിരുന്നതുകൊണ്ട് ടാൻ അടിച്ച് എല്ലാവരും ആകെ ഒരു പരുവത്തിലാണ് നമ്മളിപ്പോൾ വീട്ടിലെത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ബാക്ക് ടു നമ്മുടെ വർക്ക് ലൈഫാണ്. ഓൾറെഡി വർക്ക് ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഒരു ഓഫ് ഡേ കിട്ടിയതാണ് കേട്ടത്. അമ്മ ആമി അകത്തുണ്ടെന്നവർ എൻ്റെ പുറകിൽ നമ്മുടെ റോസ് നിൽക്കുന്നത് എനിക്ക് നല്ല ഭംഗിയായിട്ടില്ലേ. ഇതിപ്പം എനിക്ക് തന്നെ ഈ വർഷത്തെ രണ്ടാമത്തെ സെറ്റാണ് കേട്ടോ ഇങ്ങനെയാവുന്നത്. പക്ഷെ ഈ വെയിലിൻ്റെ ഭയങ്കര ഇതുകൊണ്ട് ആ ചെടിയുടെ ആ ഒരു ഭംഗിയാണെന്നല്ല. ഞാനിത് നേരെ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് ഇത് ഭംഗിയല്ലേ കാണാനായിട്ട്. കഴിഞ്ഞ സെറ്റിലായപ്പം ഇത് ഈ ഒരു റോസായിരുന്നു നല്ല അടിപൊളിയായിട്ട് വിരിഞ്ഞു നിന്നത്. ഇത്തവണ ഇതാണ്. നമുക്ക് കഴിഞ്ഞ വർഷം ഇതിലും നല്ലൊരു റോസ് നമ്മുടെ അപ്പുറത്തുണ്ടായിരുന്നു. പക്ഷെ അത് ഫുള്ള് എന്തോ ഇങ്ങനെ ഈ കരിഞ്ഞു പോയി. നല്ല റോസായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുത്ത് നോക്കിയപ്പോഴായിരുന്നു ഇത്ര ഭംഗിയായിട്ട് അതിൻ്റെ പൂ നിന്നിരുന്നതെന്ന് ഞാൻ അബിയോട് പറയുമായിരുന്നു. അപ്പം അബി എവിടെയാണ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. ഇതേ അബി ഇവിടെ ഉണ്ട്. അബി ഇവിടെ നമ്മളൊരു പുതിയൊരു ഇൻഡോർ പ്ലാന്റ് മേടിച്ചു കേട്ടോ, B&Qന്ന്. ഇന്ന് പോയിട്ട് മേടിച്ചിട്ട് വന്നതേ ഉള്ളൂ. അപ്പം അത് അബി ഒന്ന് റീപോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് ഒരു ചട്ടിയിൽ 2 ഇതുണ്ടായിരുന്നു. അപ്പം നമ്മളത് രണ്ടായിട്ട്, നമ്മളല്ല അബി വിചാരിച്ചത് രണ്ടായിട്ട് നടാന്നല്ലേ. എന്താവും അറിയില്ല. നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം, ഞങ്ങളുടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ എനിക്ക് തോന്നുന്നു 1-2 റേഞ്ചിൽ നിന്ന് മേടിച്ചത്. ബാക്കിയെല്ലാം തന്നെ നമ്മൾ ഇവിടെ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. B&Q ഒരുപാട് കളക്ഷൻ ഉണ്ട്. ഇന്ന് ഞങ്ങൾ പോയപ്പോ കഴിഞ്ഞ തവണ പോയതിനേക്കാളും കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സ് വന്നിട്ടുണ്ട്. അതേനെ, ഇന്ന് എന്ത് നോക്കാനാ നമ്മൾ പോയ, ചട്ടി നോക്കാനാ? അതെനിക്കറിയാം, മനഃപൂർവ്വം മേടിക്കാൻ പോയതാണ്. ചെടി എന്താന്ന് അറിയാൻ വേണ്ടി നോക്കാൻ വേണ്ടി B&Qല് പോകുന്ന ആളെ. അപ്പം വേറൊരു കാര്യം കൂടി കാണിച്ചു തരാം. ഇന്ന് ഫുള്ള് നമ്മുടെ ഒരു ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പം അതിൻ്റെതായ ചില ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഈ ഒരു ചെടി ആയാലും ചെയ്തെന്ന് പറയട്ടെ. ഈ ഒരു ചെടി കണ്ടോ, ഞങ്ങൾ അവിടെ വെയിൽസിൽ പോയപ്പം വലിയത്, അതായത് ഇങ്ങനെ ഒരു ഇത്രയും വലുപ്പത്തിലൊക്കെ. അതെ, പക്ഷെ ഇതിന്റെ സെയിം, ഇതിന്റെ ഇനാണ്, പക്ഷെ ഒരു വകഭേദം. ഇങ്ങനത്തെ പുല്ല് വലിയത് വളർന്നു നിൽക്കുന്നു. ആ ലാൽഡുഡിനോ അല്ലേ. അബിക്ക് എന്നാ പറയാനുള്ള? ഞാനിങ്ങനെ പറയും, ഇങ്ങനെ ബ്ലോഗ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേ അറിയുന്ന ഒരു ചങ്ങായി ഇങ്ങനെ പറയാ, ചിലരിങ്ങനെ വെറുതെ ഇങ്ങനെ എടുത്ത് എന്തിടുന്നാലും എന്ത് വേണേലും എടുത്ത് വ്ളോഗ് ചെയ്യും. ഇപ്പൊ വീട്ടിലൊരു ചെടി നട്ടാലും അല്ലെങ്കിൽ ഒരു ചെടി പൂ പിടിഞ്ഞാല് അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കായിരുന്നേ, പണ്ട് നമ്മളും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. ഈ വീട്ടുകാരൊക്കെ എടുത്ത് ഈ പൂ സ്റ്റാറ്റസ് ഇടുമ്പോള് അല്ലെങ്കിൽ വേറൊരാൾ പൂ ഇതൊക്കെ എന്താ കുഴപ്പം. പിന്നെ നമ്മൾ നട്ടത് പൂ വിരിന്ന് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഫീൽ നമുക്ക് കിട്ടിയത്. അതെ അതെ, അതെന്തോ ഒരു ഇല മാത്രം അതിന്റെ മണ്ണിന്റെ നടുക്കുന്ന വന്ന പോലെ. അതാ ഇച്ചിരി താത്തിയ നട്ടെ. അപ്പൊ ഞാൻ പുള്ളിയോട് പറഞ്ഞു ഇങ്ങനെ, അത് ഞാനും ആദ്യമൊക്കെ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് നട്ട ചെടി വളർന്ന് അതിലൊരു പൂവായി കഴിയുമ്പോ കാണുമ്പോ ഇതിനൊക്കെ നമുക്കൊരു ഇത് വേറെ തന്നെയാണ്. അതിനർത്ഥം എന്താണ്, നമുക്കും പ്രായമായിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് മെച്യൂരിറ്റി വന്നു തുടങ്ങിയിരിക്കുന്നല്ലേ. ഞാനിവിടെ വെയിൽ കൊള്ളാതെ മൂലയ്ക്ക് വന്ന് നിൽക്കുകയാണ് കേട്ടോ. എന്റെ ഫേസ് ഒക്കെ നോക്കിയാൽ ഫുള്ള് ഡള്ളായി. നമ്മുടെ ഈ നോർത്ത് വെയിൽസ് ട്രിപ്പ് നമ്മൾ ആക്ച്വലി അങ്ങനെ പ്ലാൻ ചെയ്ത് പോയതല്ല കേട്ടോ. നമ്മളൊരു സ്റ്റേക്കേഷനാണ് പ്ലാൻ ചെയ്തത്. സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്ത് പോയപ്പം 2 days സ്റ്റേക്കേഷനാണ്. അപ്പം നമ്മൾ എടുത്ത സ്റ്റേന്ന് 15 minutes 20 minutes ഉള്ളൂ. ലാൽഡുനോയും കോൺവേയും അതുപോലെ തന്നെ ബെറ്റ്സിക്കോയിഡും അങ്ങോട്ടേക്കൊക്കെ. അപ്പം പിന്നെ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് അവിടേക്ക് ഒന്ന് പൊക്കൂടാ അല്ലേ. അപ്പം ഇനി എനിക്കും ആമിക്കും കൂടി ആമി സ്കൂളിൽ ചേരാൻ പോവാണ് കേട്ടോ. ആമി ഇത് റിസപ്ഷൻ, ഇവിടെ LKG UKG കമ്പൈൻ ചെയ്ത് റിസപ്ഷൻ എന്നാണ് പറയുന്നത്. എനിക്കിപ്പോഴാണ് കേട്ടോ ഇവിടുത്തെ സ്കൂളിങ് കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങുന്നത്. കാരണം നമ്മൾ ആമി പോയി തുടങ്ങുമ്പോഴല്ലേ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അന്വേഷിക്കുന്നത്. അപ്പം ആമി ഇപ്പം നഴ്സറിയിലാണ്. നഴ്സറി എന്ന് പറഞ്ഞാൽ ഒരു ഡേ കെയർ പോലെ. ഇനിയിപ്പോൾ ആമി ഈ സെപ്റ്റംബർ തൊട്ട് റിസപ്ഷനിൽ പോകാൻ തുടങ്ങുവാണ്. അപ്പോൾ റിസപ്ഷനിൽ പോകുമ്പം ആമിക്ക് ഇപ്പോൾ സ്കൂളിൽ പോയിട്ട് ടീച്ചേഴ്സ് ഇവിടെ വന്നായിരുന്നു. ഇവിടെ ആമീനോട് സംസാരിക്കാനും ഒക്കെ ആയിട്ട് വന്നായിരുന്നു. അവർ വീട്ടിൽ വരും. ഇപ്പോൾ വീട്ടിൽ വന്ന് കണ്ടു. ഇനിയിപ്പോൾ ആമിക്ക് 2 ദിവസം സ്കൂളിൽ പോയിട്ട് ഒന്ന് ഇരിക്കണം, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാനായിട്ട്. അത് പോറാം. അപ്പം ആമിക്ക് സ്കൂളിൽ പോയിട്ട് ഒരു മണിക്കൂർ ഞാൻ അവളുടെ കൂടെ നിൽക്കാം. അതിനുശേഷം 1 മണിക്കൂർ അവൾ തന്നെ. ഇങ്ങനെ തന്നെ നഴ്സറിയിലും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ആമീനെയും കൊണ്ട് എനിക്കിപ്പോൾ പോകണം. അപ്പം ഞങ്ങൾ
സ്കൂളിലൊക്കെ പോയിട്ട് അമ്മയുടെ അവിടെ ഒന്നും കാണിച്ചിടാൻ പറ്റില്ല, പക്ഷെ പോകുന്ന വഴിയും അതെല്ലാം കാണിക്കാം. ചെടി ചട്ടിന്ന് ഒരു ചട്ടിയിലോട്ട് മാറ്റും നോക്ക്. അത് നന്നായിട്ട് ഇളക്കിച്ചായ അല്ലെങ്കിൽ ഡാലിയ ഉണ്ടോ? അതിനെ പിന്നെ അങ്ങനെ മാറ്റിയത് ഈ ചട്ടി പോരെ, ഇച്ചിരി ചെറിയ ചട്ടിയാ. ഇത് ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ഞങ്ങള് സ്കൂളിൽ പോയിട്ട് പാർക്കിലൊക്കെ ഉള്ള കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, സ്കൂള് കാണിക്കാൻ പറ്റില്ല നമുക്കിനി. സ്കൂളിൽ ആമി അകത്തുണ്ട് കേട്ടോ. ആമി ഇവിടെ ഒരു ബോളും വെച്ച് തുള്ളി തുള്ളി കളിച്ച് ആമിക്ക് മസിൽ വന്നു എന്നൊക്കെ ആമി പറയുന്നു. ഫുഡ് കഴിക്കൂല, കളിച്ച് ആമിക്ക് മസിൽ വന്നു അല്ലേ ആമി? ആമിയുടെ കയ്യിലിരിക്കുന്ന സാധനം കാണിച്ചേ, എന്നാ അത്? പ്രാവിന്റെ ഫെദർ. എങ്ങനെയുണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ട്? ഇഷ്ടമായോ? ഒരു ദിവസം ഇഷ്ടാവും, ബാക്കി കാണാം. ഇതേ ഞങ്ങളുടെ പാർക്കില് ആപ്പിളായി തുടങ്ങി കേട്ടോ. ആമി ഹാപ്പി ആയോ? ആമി പറയ, ലാളിപ്പേരോട് പറയ് ആപ്പിളായിന്ന്. ആമിയും ലാളിപ്പയും ജെസിയമ്മയും എല്ലാം എപ്പോഴും വന്ന് ഇവിടെ ആപ്പിള് നോക്കുമായിരുന്നു അല്ലേ? അതുപോലെ ഇത് ഇവിടെ പ്ലമ്മും ആയിട്ടുണ്ട്. പ്ലം അല്ലല്ലോ, പ്ലം ആയിരുന്നു തോന്നിട്ടേ. പ്ലമ്മ് കൊലകൊലയായിട്ട് കിടക്കുന്ന എനിക്ക് ഇവിടെ ഉണ്ട് കേട്ടാ. ഇത് കണ്ടോ? ഫുള്ളായില്ലേ? ഇതേ പഴുക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കണ്ടോ? ഇത് ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടെ കുറച്ചധികം മരങ്ങൾ ഇങ്ങനെ ഈ പാർക്കിൽ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ? ഇതിലുണ്ട് ആപ്പിള്. ഇത് ആപ്പിളല്ല, ഇത് പിയറാ. ഇതുണ്ട് പിയർ. യെസ്. ആൻഡ് ഇവിടെ പിന്നെ ഇത് ഇങ്ങനെയുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഈ കൗൺസിൽ നട്ടു വെക്കുന്നതാ അല്ലേ? ഇത് ഇവിടെ നല്ല ഇച്ചിരി ബിഗ് പിയർ കണ്ടോ? ഇതേ ഇവിടെ ഇത് കണ്ടോ? പിയർ കിടക്കുന്ന കണ്ടോ? ഇതല്ലേ? വാ, ഇത്രയും കുഞ്ഞു മരമാണ് കേട്ടോ. കുഞ്ഞി ഇതിനകത്താണ് ഇങ്ങനെ ആയി നിക്കുന്നത്. ഇതെല്ലാം കണ്ടില്ലേ, ചെറിയ ചെറിയ മരങ്ങളാ. ഇവിടെ പാർക്കിൽ പിള്ളേർ കളിക്കാൻ വരുമ്പം അവർക്കൊന്ന് പറിച്ച് തിന്നാം. ആണോ ആമി? പറിച്ച് തിന്നുവോ? അതിന് ഇത് പഴുക്കാൻ വേണ്ടി ആരെങ്കിലും വെച്ചാലല്ലേ പറിച്ച് തിന്നാൻ പറ്റുള്ളൂ അല്ലേ? ടിക്കിൾസ് ആവുന്നോ? ആമി ആണെങ്കിൽ പോകുന്ന വഴിക്ക് കിട്ടുന്ന ഫെദറെല്ലാം പറക്കുന്നുണ്ട്. ഇപ്പൊ കൊറേ ആവും ഇനി വീട്ടില് അല്ലേ? നമ്മൾ കളക്ഷൻ ചെയ്യുവാണോ? ഫെദർ ആർട്ട് ചെയ്യാൻ പോവാണോ? ഓക്കേ. ആമിയുടെ പാർക്കായത്. ആമിയുടെ പാർക്ക് ഇപ്പൊ പാർക്കിൽ പോവല്ല. ഇല്ല, മമ്മി വിശക്കുന്നു. സമയം എത്രയായി? 11:30 കണ്ടായി. എനിക്ക് ആപ്പിൾ മതിയെന്ന് തിന്നാന്. നീ എന്ത് ഡയറ്റിലാ? നീ ഡയറ്റിലാണോ? അതിലെ നടക്കാൻ പേടിയാണോ? ദാറ്റ്സ് ഗുഡ്. അങ്ങനെ ഇപ്പൊ സമയം ഈവനിങ് ആയി കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാന്ന് വിചാരിച്ചത്. കണ്ടോ, ഇത് നമ്മുടെ ലാവെൻഡർ ആണ് കേട്ടോ. ലാവെൻഡർ ഇപ്പൊ ഏകദേശം തീർന്നു, നമ്മുടെ ഇവിടുത്തെ ലാവെൻഡർ. അപ്പൊ ഇത് നമ്മൾ ലാവെൻഡർ നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ എടുത്ത് വെക്കുന്നതാ. അപ്പൊ ഇത് ഡ്രൈ ആയിട്ടിരിക്കുമ്പം അതിന്റെ ഫ്രഷ്നെസ്സും ഉണ്ട്, നമുക്ക് ഇങ്ങനെ ഒരു നല്ല സ്മെല്ല് കുറെ നാൾ കിട്ടും കേട്ടോ. അങ്ങനെ ചീത്തയായി പോകത്തില്ല. 1 വർഷം 2 വർഷമൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മള് ഇത് എങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഞാനൊരു 2-3 എണ്ണം ഇങ്ങനെ പറിച്ച് ഇങ്ങനെ ഈശോന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ വർഷം, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷമാണോ അതിന് മുമ്പത്തെ വർഷമാണോ നടത്തില്ല, പഴയ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചു വെച്ചത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട് ഇതേപോലെ. ഇത് കണ്ടോ, നല്ലതാണ് കേട്ടോ. അപ്പൊ ഇത്തവണ അബി എന്ത് ചെയ്തെന്ന് വെച്ചാല്, ഞങ്ങൾ ഇതിന് മുന്നേ ആൽഡി നിറങ്ങാണ്ട് ലാവൻഡർ ടീ മേടിച്ചത്. അപ്പൊ ലാവൻഡർ ടീ നമ്മൾ ഉറങ്ങുന്നതിനൊക്കെ മുന്നേ ഒരു ചെറിയൊരു ടീ കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സുഖകരമായ ഉറക്കം കിട്ടും എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പം അബി ഇതേ ഇത്തവണ ലാവൻഡർ കഴുകി ഉണക്കി നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ട. അപ്പൊ ഇപ്പൊ ഞാനൊരു ഇച്ചിരി ലാവൻഡർ ടീ ആക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. നല്ല മണമുണ്ട്. അപ്പൊ ലാവൻഡർ ടീ കുടിച്ചിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും, നല്ലൊരു റിഫ്രഷിംഗ് ആണ്. ഇവിടെ ഒരുപാട് ടീസ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. ബെറി ടീ, അതേപോലെ തന്നെ ലാവൻഡർ ടീസ്, പല പല ടീ. നമ്മൾക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും ഞാനാകെ ഗ്രീൻ ടീയും നമ്മുടെ കട്ടൻ ചായയൊക്കെ കേട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇതേ ഞാൻ ലാവൻഡർ ടീ ആക്കാൻ വേണ്ടി പോവാണ്.
ഒന്നുമില്ല, കുറച്ച് ഞാനിങ്ങനെ തിളപ്പിക്കാറൊന്നുമില്ല, കുറച്ച് ചൂടുവെള്ളമാക്കി ബോയിലിംഗ് വാട്ടർ ഈ ലാവൻഡർ എന്നിട്ട് ഈ ലാവൻഡറുമായിട്ട് അങ്ങ് മിക്സ് ചെയ്യും. പിന്നെ നമ്മുടെ ടീ ബാഗും കൂടി ഇടും കേട്ടോ. നല്ലൊരു റിഫ്രഷിങ് ആണ്. നമ്മൾ കട്ടൻ ചായ ഒക്കെ കുടിക്കുന്ന പോലെ തന്നെ, പക്ഷെ ഇതൊരു ലാവൻഡറിന്റെ ആ ഒരു ഇതെല്ലാം കൂടി വരുമ്പോൾ നല്ല റിഫ്രഷിങ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെ ലാവൻഡർ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. കുറെ പേർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ആരെങ്കിലും അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ്. ഞാൻ പറ്റിയായിട്ട് കാണിച്ചു തരാം. ഞാനിവിടെ ലാവൻഡർ ടീ ആക്കുമ്പോൾ അബി അവിടെ വേറെ എന്തൊക്കെയോ പരിപാടിയാണ്. എന്നാ പരിപാടി അവിടെ? അതെ, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന നെക്ലേസ് നമ്മുടെ മിൻസേലാണ് കേട്ടോ. ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയി പോയി, ഒരെണ്ണം ഞാനെടുത്തു. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ നമ്മൾ എടുക്കണല്ലോ അല്ലേ? എന്നാ പരിപാടി? എന്താ പരിപാടി? ഒന്നുമില്ല, ഞാൻ വെറുതെ ഇങ്ങനെ ഓരോന്നൊക്കെ അടുക്കി പറക്കി വെക്കുന്നു. എന്തൊക്കെയാ നമ്മുടെ ക്യാമ്പിംഗ് സെറ്റപ്പ് എല്ലാം ഇവിടെയാണ് കേട്ടോ. ഇവിടെ ഇവിടെ കുപ്പികൾ കളഞ്ഞോണ്ടിരിക്കുക. ഇത് അഭി മേടിക്കുന്ന കുപ്പികൾ എന്തിനാന്ന് പറഞ്ഞ അഭി മേടിക്കുക, എന്തിനാണ്? കളക്ഷനാന്നും പറഞ്ഞ്. കളക്ഷനാ കണ്ടില്ലേ? എന്നത് കുപ്പിയാ. എന്തോ ഇവിടെ ഒരാൾ എനിക്ക് ഓരോ സമയത്ത് ഇതേ ഓരോരോ സർപ്രൈസുകൾ കൊണ്ടുവന്ന് തരുവാണ് കേട്ടോ. എന്റെ മോൾ എനിക്ക് ഇതിലെന്താ സർപ്രൈസ് ഉള്ളതെന്ന് ഞാൻ നിങ്ങളെയും കൂടി കാണിച്ചു തരാം. അടിപൊളി സാധനം. എന്തോ റിംഗ് ആണോ? എനിക്ക് കിട്ടിയ സർപ്രൈസ് നോക്കിയ നിങ്ങള്. റിംഗ്. ഓ മൈ ഗാഡ്. എനിക്കിട്ടതാ. ആരാമി? അവളാന്നാണ് പറഞ്ഞേ. എന്നാ എനിക്ക് എന്റെ ലാവൻഡർ ടീ അവിടെ ആയിക്കാണും. അപ്പൊ നമുക്ക് തിരിച്ചു പോയി നമ്മുടെ ലാവൻഡർ ടീയിലോട്ട് വരാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. അവർക്ക് ഇഷ്ടമല്ലേ ലാവൻഡർ ടീ? ഈ ലാവൻഡറിന്റെ ഐസ്ക്രീം ഉണ്ട്, അത് തന്നെ ടേസ്റ്റ് ആണ്. അത് നമ്മൾ പണ്ട് ഈ ലാവൻഡർ ഫാമിൽ പോയായിരുന്നേ. അപ്പൊ അവിടുന്ന് നമ്മളിത് ഈ ലാവൻഡറിന്റെ കുറേ സംഭവങ്ങൾ നമ്മൾ ഇതാക്കി. ഇതിങ്ങനെ ഉണക്കി എടുത്തിട്ട് ജസ്റ്റ് നമ്മളൊന്ന് കഴുകി ഉണക്കണം. അന്നേരം ഉണ്ട് ഇപ്പൊ ഇതിനകത്ത് കിട്ടിയപ്പോ കണ്ടോ അപ്പൊ പൂ വിരിഞ്ഞ് വരുന്നുണ്ടോ? എനിക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ പൂ വിരിഞ്ഞ്. ലാവൻഡർ ടീ റെഡി ആയിട്ടാ. ചൂടാണ്. ലാവൻഡർ ടീ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പർപ്പിൾ കളർ ചെയ്യുന്നല്ലോ മനസ്സിലോട്ട് വരുന്നല്ലേ? അബിയുടെ വേറെ. ഇത് ഞാൻ എന്റെ ലുക്കിന് വേണ്ടി വെച്ചതാ. ഇത് അബിയുടെ പഞ്ചസാര ഇട്ട്. അത്ര മതി, ഒരുപാട് കുടിക്കണ്ട. നല്ല ഫ്ലേവർ വരുന്നുണ്ട് കേട്ടോ. നല്ല നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ഇപ്പൊ സമയം ഒരു 9 മണിയായി കേട്ടോ ഇവിടെ. പക്ഷെ നല്ലൊരു ഇതില്ലേ, നല്ല വെട്ടമുണ്ട്. എപ്പോഴും ഇങ്ങനെ ആയിരുന്നാ മതിയായിരുന്നു അല്ലേ? ഈ ഒരു കാലാവസ്ഥ മതിയായിരുന്നു. പക്ഷെ ഈ ഒരു കാലാവസ്ഥ എപ്പോഴും ചൂട് വേണ്ട, കുറെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കേട്ടോ.